നമസ്കാരം. ഇൻറ്റോ പാക്ടെക്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊക്കെ മെഷീൻസാണ് നമ്മൾ ചെയ്യുന്നത്, ആ മെഷീൻസ് ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുന്നത്, അതിൻ്റെ വർക്കിംഗ് എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരിക്കും ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ബാൻഡ് സീലർ. ബാൻഡ് സീലറിൽ നമുക്ക് കുറേ ടൈപ്പ് ഉണ്ട്. വെർട്ടിക്കൽ ഉണ്ട്, ഹറിസോണ്ടൽ ഉണ്ട്, അതേപോലെ 15 കിലോയുടെ പാക്ക് ആണെങ്കിൽ അത് പാക്ക് ചെയ്യുന്ന വേറെ മെഷീൻ ഉണ്ട്. 25 ആണെങ്കിൽ നമുക്ക് ഹെവി ഡ്യൂട്ടി ഉണ്ട്. ഈ വെർട്ടിക്കൽ ബാൻഡ് സീലർ ആകട്ടെ, ഹറിസോണ്ടൽ ബാൻഡ് സീലർ ആകട്ടെ, ബാൻഡ് സീലർ നമ്മൾ എങ്ങനെ മേടിക്കണം എന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ പൗച്ച്. നിങ്ങൾ ഏത് ടൈപ്പ് പൗച്ചാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മെഷീനിൽ മാറ്റം വരിക. ആദ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈപ്പ് മെഷീനാണ്. ഇതിൽ വന്നിട്ട് ഒരു ചില കവറുകൾ മാത്രമായിരിക്കും സീലാവുക. എക്സാമ്പിൾ നമുക്ക് LD ലാമിനേറ്റഡ് പൗച്ചസ് പോലത്തെ കുറച്ച് കട്ടി കൂടിയ കവറുകളായിരിക്കും ഇതിൽ നമുക്ക് സീലാവുക. അതേ വന്നിട്ട് നമുക്ക് ഇതിൽ നോക്കുമ്പോൾ ഇത് നമുക്ക് ഹെവി ഡ്യൂട്ടിയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസമൊന്നും അറിയത്തില്ല, പക്ഷേ അകത്തിരിക്കുന്ന ഫംഗ്ഷനിലാണ് നമുക്ക് വ്യത്യാസം. സോ ഇതിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള കവറും നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. അഥവാ ഈ മെഷീനിൽ നിങ്ങൾക്ക് ഒരു കവർ സീൽ ആവുന്നില്ലെങ്കിൽ ബാൻഡ് സീലർ ഏത് മോഡലിൽ പോയാലും സീൽ ആവത്തില്ല. നമ്മൾ നോർമലി ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ട് ആ മെഷീൻ്റെ റേറ്റ് കുറവാണ്, നിങ്ങളുടെ മെഷീന് കാണാൻ ഒരുപോലെ തന്നെ ഉണ്ട്, പക്ഷേ പ്രൈസിങ്ങിൽ മാറ്റം ഉണ്ടെന്ന് നിങ്ങൾ പറയും. സോ അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന കവർ അനുസരിച്ചിട്ടാണ് നമുക്ക് മെഷീൻ്റെ പ്രൈസ് മാറുന്നത്. നമുക്കിതിൽ സീലിംഗ് എന്ന് പറയുമ്പോൾ 10 mm സീലിംഗ് ആയിരിക്കും. ഈ 10 mm കൂടി നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലീക്കേജ് പ്രൂഫാണ്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് എയർ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ചെയ്യുന്ന മെഷീനാണെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ്. അത് ബാൻഡ് സീലിംഗ് വിത്ത് നൈട്രജൻ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഈ സ്മോൾ സ്കെയിൽ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പ് ആണെന്ന് പറയുന്നവർക്ക് ഈ മെഷീൻസ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് വന്നിട്ട് സെമി ഓട്ടോമാറ്റിക് ഗ്രാനുവൽ ഫില്ലിംഗ് മെഷീൻ. 50 ഗ്രാം മുതൽ 1 കിലോ വരെ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് പൗച്ച് ഉണ്ട്. സോ അത് എനിക്ക് ഫില്ല് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ മുകളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് കൊട്ടി കൊടുക്കുക, എത്ര ഗ്രാമാണെന്നുള്ളത് സെറ്റ് ചെയ്യുക, താഴെ നിങ്ങൾക്ക് പൗച്ച് പിടിച്ചിട്ട് പെഡൽ ചവിട്ടുമ്പോഴായിരിക്കും ഫില്ലാവുക. സോ അതങ്ങനെ എടുത്തിട്ട് ഈ ബാൻഡ് സീലറിൽ നമുക്ക് സീൽ ചെയ്യാൻ പറ്റും. ഇത് സ്റ്റാർട്ടപ്പിനാണ്. അതേപോലെ ഇത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് പൗച്ച് പാക്കിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഗ്രാനുവൽ പാക്കിംഗ് എന്ന് പറയും. 50 ഗ്രാം മുതൽ 1 കിലോയുടെ മെഷീൻ ഉണ്ട്, 5 ഗ്രാം മുതൽ 100 കിലോയുടെ മെഷീൻ ഉണ്ട്. സോ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് സെഗ്മെൻറ്റ് വരുന്നത് 5 to 100, 50 to 1 കിലോ. ഇത് വന്നിട്ട് നമുക്ക് 5 to 100 ആണ്. ഇത് 50 ഗ്രാം മുതൽ 1 കിലോ ആണ്. ഇതിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മുകളിൽ പ്രോഡക്റ്റ് കൊട്ടി കൊടുക്കുക, എത്ര ഗ്രാം എന്ന് സെറ്റ് ചെയ്യുക. സോ നമുക്ക് കണ്ടിന്യൂസ് പാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാള പോലത്തെ എടുക്കാം, അല്ലെങ്കിൽ ഓരോരോ പാക്കറ്റ് ആണെങ്കിൽ ഓരോരോ പാക്കറ്റായിട്ട് എടുക്കാം. പിന്നീട് വരുന്നത് ഇതും ഫുള്ളി ഓട്ടോമാറ്റിക് പൗച്ച് പാക്കിംഗ് ആണ്. പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് പേസ്റ്റ്, നമ്മൾ യൂഷ്വലി ഈ ചോസ്, മയോണീസ്, അതേപോലെ ഷാമ്പൂ ഒക്കെ നമ്മൾ പൗച്ചസിൽ ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന മെഷീനാണ്. ഇത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് കംപ്രസറിൻ്റെ ആവശ്യം വരും. ഈ മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരോ പാക്കറ്റ് ആണെങ്കിൽ ഓരോരോ പാക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ മാള പോലത്തെ വേണമെങ്കിൽ മാള പോലത്തെ എടുക്കാം. ഇപ്പം നമ്മൾ കാണുന്ന ഈ മെഷീൻ നമുക്ക് ബാറ്റർ മിക്സർ വിത്ത് ഫില്ലിംഗ് മെഷീനാണ്. അതായത് നമുക്ക് ഇഡ്ഡലി മാവ്, ദോശമാവ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് റെഡിമെയ്ഡ് പൗച്ചസോ അല്ലെങ്കിൽ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഗ്രാമേജ് അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യുന്ന മെഷീനാണ്. ഇത് വന്നിട്ട് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ കസ്റ്റമൈസ്ഡ് ആണ്. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ബ്ലെൻഡർ ഉണ്ട്. ബ്ലെൻഡറിൻ്റെ മോട്ടർ കപ്പാസിറ്റി 1.5 HP ആണ്. താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ന്യൂമാറ്റിക് ഫില്ലിംഗ് മെഷീനാണ്. ഈ ബ്ലെൻഡറും ന്യൂമാറ്റിക് ഫില്ലിംഗ് മെഷീനും നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. എത്ര kgയുടെ കപ്പാസിറ്റിയിലാണോ നിങ്ങൾ മിക്സർ ചോദിക്കുന്നത് അതുപോലെ നമുക്കത് കസ്റ്റമൈസ് ചെയ്തിട്ട് മാനുഫാക്ചറിങ് ചെയ്തു തരും. അതേപോലെ നമുക്ക് ഫില്ലിംഗ് മെഷീൻ വന്നിട്ട് നിങ്ങൾക്ക് 1 kg ആണോ അല്ലെങ്കിൽ 2.5 കിലോ ആണോ 5 കിലോ ആണോ എന്നിട്ടുള്ളത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൽ നമുക്ക് കവറാണോ കണ്ടെയ്നറാണോ, ഇപ്പോൾ കവറിൽ നിങ്ങൾ നേരെ ഇതിൽ മാവ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ വീണ്ടും നമുക്ക് ബാൻഡ് സീലിംഗ് തന്നെ ഉപയോഗപ്പെടും. സോ ഇത് വന്നിട്ട് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് ഈ മിക്സർ. സോ നമുക്ക് ഫുൾ ആൻഡ് ഫുൾ കസ്റ്റമൈസ്ഡ് ആണ്. ഇതല്ല എനിക്ക് മാവിനല്ല, ചിലപ്പം എനിക്ക് പൗഡർ ഫില്ലിംഗ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ കെമിക്കൽ മിക്സറാണ് വേണ്ടതെന്ന് വെച്ചിട്ടില്ല. നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മൾ അത് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന മെഷീനാണ് ഇൻഡക്ഷൻ സീലിംഗ് മെഷീൻ. ഇതിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. മാനുവൽ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാം, അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാം. സോ ഇതിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ അടപ്പിൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ ഒരു ലെയർ, നമുക്ക് ബേർഡ് ആവട്ടെ അല്ലെങ്കിൽ അലുമിനിയം ആവട്ടെ, അത് നമുക്ക് സീൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ്. സ്റ്റാർട്ടപ്പാണ്, ഒരുപാട് പ്രൊഡക്ഷൻ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് മാനുവൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ മാർക്കറ്റിലുണ്ട് ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇൻഡക്ഷൻ സീലിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് നമ്മൾ കാണാൻ പോകുന്ന മെഷീൻ ഓട്ടോമാറ്റിക് ലേബിളിംഗ് മെഷീനാണ്. നമ്മുടെ ബോട്ടിലിൻ്റെ ചുറ്റിലും നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു മെഷീൻ എന്ന് പറയാം. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ മാനുവലും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് നിങ്ങളുടെ ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റും അതിൻ്റെ വിഡ്ത്തും നമുക്ക് മാറ്റാൻ പറ്റും.
സോ ഇതിൽ നമുക്ക് 3 കാറ്റഗറി അവൈലബിൾ ആണ്. പിന്നെ ഇത് വരുന്നത് വാക്വം മെഷീൻസ് ആണ്. ഈ വാക്വം മെഷീൻ കാറ്റഗറി ഫുള്ള് നമുക്ക് ഇത് കൊമേഴ്ഷ്യലി സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് വന്നിട്ട് വലിയ പ്രൊഡക്ഷൻ എടുക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഒക്കെ നമുക്ക് സെയിം ആയിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒരു ദിവസത്തിന് നിങ്ങളുടെ പ്രൊഡക്ഷൻ ഇതനുസരിച്ചാണ് നമ്മൾ മാറുന്നത്. വാക്വം നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് മീറ്റ് ആവട്ടെ, എന്തെങ്കിലും ഫുഡ് പ്രോഡക്റ്റ് ആവട്ടെ, നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ. അതായത് ഒരു 2 ദിവസത്തിൽ ഒരു മീറ്റ് നമുക്ക് കേട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വാക്യൂം ചെയ്തിട്ട് അകത്തിരിക്കുന്ന എയർ മൊത്തം നമ്മൾ പുറത്തെടുത്തിട്ട് പാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് അനുസരിച്ചിട്ട് അത് മാറും. അതിനായിട്ടാണ് നമ്മൾ വാക്വം കൊടുക്കുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ആ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ വലിയ രീതിക്ക് എടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ടേഴ്സ്ക്ക് കൊടുക്കാനുള്ള എല്ലാ മെഷീൻസും നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക്. പിന്നീട് നമ്മൾ കാണുന്നത് ടിൻ ക്യാൻ സീമിംഗ് മെഷീൻ. ടിൻ ക്യാൻ സീമിംഗ് മെഷീനിൽ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് 2 കാറ്റഗറി. എന്താണ് നിങ്ങളുടെ പ്രോഡക്റ്റ്? ഈ മെഷീൻ വന്നിട്ട് നമുക്ക് ഗ്രാനുവൽസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ടിന്നിൽ നിങ്ങൾ ഗ്രാനുവൽസ് ആണ് പാക്ക് ചെയ്യണമെങ്കിൽ അതിന് ഈ മെഷീൻ നമുക്ക് ഉപയോഗിക്കാം. അല്ല, അതിൽ നിങ്ങൾക്ക് ലിക്വിഡ് ജ്യൂസ് ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് വേറെ മെഷീനാണ്. കാണാൻ നിങ്ങൾക്ക് എക്സാക്റ്റ് രണ്ടും സെയിം ഒരേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമുക്ക് മെഷീൻ മാറും. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് സെമി ഓട്ടോമാറ്റിക് കപ്പ് സീലിംഗ് മെഷീൻ. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. നോർമലി നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഈ പോപ്കോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് നമുക്കിതിൽ ഫില്ല് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഫിലിം വെച്ചിട്ട് നമുക്കിത് സീൽ ചെയ്യാൻ പറ്റും. ഇത് കപ്പ് സീലിംഗ് മെഷീൻ എന്ന് പറയും. മാനുവൽ അവൈലബിൾ ആണ്, സെമി ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. വാക്വം മെഷീനിൽ തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ബ്രിക്ക് ടൈപ്പ് വാക്വം മെഷീൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ബ്രിക്സ് ഉണ്ടാവും. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കവർ വെച്ചിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ വാക്വം ചെയ്യുമ്പോൾ എക്സാക്റ്റായിട്ട് ഈ ഒരു ബ്രിക്ക് ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് സീലിംഗ് വരിക. മെയിൻലി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നവർ, ഇമ്പോർട്ട് ചെയ്യുന്നവർ കൂടുതൽ നമുക്ക് ഇതിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പൗച്ച് പാക്കിങ്ങിൽ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന മെഷീൻ മൾട്ടി ഹെഡാണ്. നമുക്ക് ഇതിൽ 10 ഹെഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു ദിവസം നമുക്ക് 1000-ലും കൂടുതൽ നമുക്ക് പാക്കേജസ് നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. അതായത് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്, നമുക്ക് സ്പൈസസ്, മില്ലറ്റ്സ്, ഗ്രനുവൽസ്, സ്പൈസ് പൗഡേഴ്സ്, അഥവാ നമുക്ക് സ്നാക്സ് എന്ത് വേണമെങ്കിലും നമുക്ക് പാക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ഈ മെഷീന് കൊടുക്കാൻ പറ്റും. ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ചൂട്ട് ടൈപ്പ് അല്ലാണ്ട് കോളർ ടൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മിനിമം ഈ മെഷീനിൽ നമുക്ക് പെർ മിനിറ്റിൽ 35-ന് കൂടുതൽ പാക്കറ്റ്സാണ് നമുക്ക് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് വരുന്നത്. സോ നമുക്ക് നോർമൽ ചൂട്ട് ഇത് നമുക്ക് ആ സ്പീഡ് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കോളർ ടൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമുക്ക് 10 ഹെഡാണ്. ഈ 10 ഹെഡിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു 500 ഗ്രാമാണ് നിങ്ങൾ പാക്ക് ചെയ്യാൻ പോകണമെങ്കിൽ, ഒരു പാക്കറ്റിൽ നിങ്ങൾ 500 ഗ്രാമാണ് പാക്ക് ചെയ്യാൻ പോകണമെങ്കിൽ ഈ 500 ഗ്രാമിന് വേണ്ടിയിട്ടായിരിക്കും ഈ 10 ഹെഡ് വർക്കാവുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഒരു ദിവസം ഒത്തിരി പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. അതേപോലെ അക്യുറസിയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കാണുന്ന മെഷീന് നമുക്ക് ഓട്ടോമാറ്റിക് പൗച്ച് പാക്കിംഗ് മെഷീൻ, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ നേരത്തെ കണ്ട മെഷീൻ വന്നിട്ട് നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ പുതിയ തുടക്കത്തിലുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് വന്നിട്ട് കുറച്ച് ഹെവി ഡ്യൂട്ടിയാണ്. ഇതിൽ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് നമുക്ക് 50 grams to 1 kg ആണ്. പ്യൂർലി ഇന്ത്യൻ മേക്കാണ്, നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്. ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കംപ്രസറിൻ്റെ ആവശ്യമുണ്ട്. കംപ്രസർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. കംപ്രസർ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ കവർ പുള്ളി ചെയ്യാനായിട്ടും നമുക്ക് സീലിംഗ് ആയിട്ട് നമ്മൾ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ വേറെ ഒരു പ്രത്യേകത നമ്മൾ എടുത്ത് പറയണമെങ്കിൽ ഇതിൽ നമുക്ക് ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. സോ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് നമ്മൾ ഇതിൽ സേവ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മഞ്ഞപ്പൊടിയാണ് പാക്ക് ചെയ്യുന്നുണ്ട്, ഒരു 100 ഗ്രാം ഒരു 100 പാക്കറ്റ് എനിക്ക് മാള പോലത്തെ വേണമെന്നുള്ളത് നമുക്കിതിൽ പ്രോഗ്രാം നമുക്കിത് സേവ് ചെയ്യാം. അങ്ങനെ സേവ് ചെയ്യുന്ന പ്രോഗ്രാം അനുസരിച്ചിട്ടായിരിക്കും ഈ മെഷീൻ വർക്കാവുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഇത് ലിക്വിഡ് ഫില്ലിംഗ് മെഷീനാണ്. ലിക്വിഡിൽ ഇത് നമ്മൾ നിങ്ങളുടെ കണ്ടെയ്നറോ അല്ലെങ്കിൽ ബോട്ടിൽസോ അതിൽ നമുക്ക് ഫില്ല് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് മെഷീനാണ്. ഡിജിറ്റൽ ലിക്വിഡ് ഫില്ലിംഗ് എന്ന് പറയും. ഇതിൽ നമുക്ക് കൂടിപ്പോയാൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ വരെ നമുക്ക് ഫില്ല് ചെയ്യാം. നിങ്ങളുടെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മെഷീനിൽ മാറ്റം വരും, പ്രോഡക്റ്റിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച്. ഇത് വന്നിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ലിക്വിഡ് ഫില്ലിംഗ് എന്നും പറയാം, അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് സിപ്പപ്പ് പൗച്ച് പാക്കിംഗ് എന്ന് പറയും. സോ ഇത് നമ്മൾ യൂഷ്വലി മാർക്കറ്റിൽ കാണുന്ന സിപ്പപ്പ് പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ ബോട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ്. ഇല്ല, എനിക്ക് ബോട്ടിൽ ഫില്ലിങ്ങിൽ തന്നെ ഒരുപാട് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെൻസിറ്റി ഇച്ചിരി കൂടുതലാണെന്ന് പറയുന്നവർക്ക് നമുക്ക് ന്യൂമാറ്റിക് മോഡൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ മെഷീൻ എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ ആപ്ലിക്കേഷനും നിങ്ങളുടെ പ്രൊഡക്ഷനും വളരെ മസ്റ്റാണ്. അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മെഷീൻ്റെ പ്രൈസിങ്ങും മെഷീൻ്റെ ടൈപ്പും മാറും. സോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് മൊത്തം നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ, അതായത് ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പാക്കേജിങ് മെഷീൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണാതെ കുറേ മെഷീൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞാൽ മതി, ആ മെഷീൻസ് നിങ്ങളുടെ കയ്യിൽ നമ്മൾ കൊണ്ട് എത്തിച്ചു തരും.
മാത്രമല്ല നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടിയും ലൈഫ് ടൈം സർവീസ് സപ്പോർട്ടുമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ലാണ്ട് മെഷീൻസിന് എല്ലാ സ്പാർസും നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പുതിയതായിട്ട് തുടങ്ങുന്ന ചെറിയ കസ്റ്റമർ മുതൽ നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, വലിയ രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കുന്നവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ മെഷീൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് ബാങ്ക് ലോണും നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ കേരളത്താണെങ്കിൽ നമുക്ക് കുടുംബശ്രീ അവരെടുക്കുന്ന മെഷീൻസിനനുസരിച്ചിട്ടുള്ള ആ ഒരു ലോൺ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഡക്ഷൻ ആവട്ടെ എല്ലാം നമുക്ക് അപ്ലിക്കേബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷീൻസിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറിയുടെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക. കൂടുതൽ വിവരം നമ്മൾ പറഞ്ഞുതരും.